അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മദ്രസകൾ, ശരീഅത്ത് കോളേജുകൾ, ദർസുകൾ, ദഅ്വാ കോളേജുകൾ, മറ്റു സ്ഥാപനങ്ങളെല്ലാം റമളാൻ അവധി കഴിഞ്ഞ് തുറക്കാനിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഒരു നിർദ്ദേശം പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണ്? പൊതുവെ നമ്മൾ മദ്രസകളിൽ കണ്ടുവരുന്ന, മദ്രസ എന്നില്ല, ഒരു എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, പൊതുവായും മദ്രസകളിലാണ് അത് വ്യാപകമായി കാണുന്നത് എന്ന് മാത്രം. ഒന്നാം ക്ലാസ്സിൽ 20-30 കുട്ടികൾ ഉണ്ടായിരിക്കും. രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്, നാലാം ക്ലാസ്, അഞ്ചാം ക്ലാസ് വരെ ഏകദേശം അതിങ്ങനെ വലിയൊരു മാറ്റങ്ങളില്ലാതെ വന്നുകൊണ്ടിരിക്കും. അഞ്ചാം ക്ലാസ് പൊതുപരീക്ഷയാണ്. ഈ പൊതുപരീക്ഷയിൽ വിജയിക്കുക എന്ന് പറഞ്ഞാല് അത് വലിയൊരു സംഭവമാക്കി എടുത്ത് അതോടുകൂടി മദ്രസയോട് സലാം പറയുന്ന വലിയൊരു വിഭാഗം കുട്ടികളെ നമുക്ക് കാണാൻ പറ്റും. നിസ്കാരവും നോമ്പൊക്കെ കുട്ടി പഠിച്ചു, ഇനി സ്കൂളുകളിൽ പഠിക്കട്ടെ എന്നൊരു ചിന്താഗതി ചില രക്ഷിതാക്കളിലെല്ലാം ഉടലെടുത്തു. അതുകൊണ്ട് തന്നെ അഞ്ചാം ക്ലാസ്സോടുകൂടി കുട്ടി മദ്രസ നിർത്തി. അഞ്ചാം ക്ലാസ് പിന്നെ 6ഉം 7ഉം, 7ആം ക്ലാസ്സിലും പൊതുപരീക്ഷയാണല്ലോ. 7ആം ക്ലാസ്സോട് കൂടി പകുതിയിലധികം കുട്ടികൾ മതവിദ്യാഭ്യാസം നിർത്തുകയാണ്. 8ലും 9ലുമൊക്കെ വളരെ തുച്ഛമായ കുട്ടികളാണ് മദ്രസയിലേക്ക് വരുന്നത്. 10ആം ക്ലാസ്സിൽ രക്ഷിതാക്കൾ, നിർബന്ധമുള്ള രക്ഷിതാക്കൾ മാത്രം, എൻ്റെ കുട്ടി എന്തെങ്കിലുമൊക്കെ ദീനീ വിജ്ഞാനം പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ മാത്രമാണ് 10ആം ക്ലാസ്സിലേക്ക് വിദ്യാർത്ഥികളെ പറഞ്ഞയക്കുന്നത്. കാരണം എന്താണ്? കുട്ടി SLC എത്തി, SLC തോറ്റുപോയാൽ, SLC മാർക്ക് കുറഞ്ഞു പോയാൽ പിന്നീട് ആ കുട്ടിയുടെ ഭാവി തന്നെ അടഞ്ഞു, പിന്നീട് ഒന്നുമില്ല. ഈ ഒരു ചിന്താഗതി കൊണ്ട് കുട്ടി മദ്രസയിൽ പോകേണ്ട എന്ന് രക്ഷിതാക്കൾ തീരുമാനിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് നമ്മുടെ നാട്ടിൽ എല്ലാം, മിക്ക മദ്രസകൾ എന്ന് പറയാം, 99% മദ്രസകളിലും 10ആം ക്ലാസ് വരെയുണ്ട്. പക്ഷെ ഈ 10ആം ക്ലാസ്സിൽ പഠിക്കാൻ വരുന്ന കുട്ടികളുടെ എണ്ണം നാം ഒന്ന് പരിശോധിച്ച് നോക്കണം. 2, 3, 4, 5 കുട്ടികളൊക്കെയാണ് മിക്കയിടങ്ങളിലും 10ആം ക്ലാസ്സിലേക്ക് വരുന്നത്. വന്നാൽ തന്നെ കൃത്യമായി വന്നുകൊള്ളണം എന്നില്ല. ഹാജർ നില വളരെ കുറവായിരിക്കും എന്നർത്ഥം. ചിലയിടങ്ങളിൽ +2 വരെ മദ്രസയുണ്ട്. ഈ +2ലൊക്കെ ഇത്ര കുട്ടികളുണ്ട് എന്ന് ഒന്ന് കണക്കെടുക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടത് ഭൗതികമായ വിദ്യാഭ്യാസമാണ്. മതവിജ്ഞാനം എന്നത് അത്യാവശ്യത്തിനൊക്കെ ആയി എന്നൊരു ചിന്താഗതിയാണ് മിക്ക ആളുകൾക്കും ഉള്ളത്. അതുകൊണ്ടാണ് മദ്രസയൊക്കെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾ നിർത്തിക്കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കുട്ടികളെ എങ്ങനെ നമ്മുടെ മദ്രസകളിലേക്ക് എത്തിക്കാം? ഈ കൊഴിഞ്ഞുപോക്ക് എങ്ങനെ തടയാം? ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഭൗതികതയാണ് എല്ലാവർക്കും വേണ്ടത്. സ്കൂൾ വിദ്യാഭ്യാസമാണ് വേണ്ടത്. +2ലാണ് കുട്ടികൾക്ക് വിജയം വേണ്ടത്. കുട്ടി എഞ്ചിനീയർ ആക്കണം, ഡോക്ടർ ആക്കണം, അതല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആക്കണം, മറ്റു ഉയർന്ന പൊസിഷനിലേക്ക് കുട്ടികളെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് 99% രക്ഷിതാക്കളും. അവർക്കിടയിൽ, ഈ ചിന്താഗതിയുള്ള ആളുകൾക്കിടയിൽ, രക്ഷിതാക്കൾക്കിടയിൽ അവരുടെ കുട്ടികൾക്ക് എങ്ങനെ നമ്മുടെ മതവിജ്ഞാനം നൽകും? അവരുടെ ആ വിദ്യാഭ്യാസത്തെ, അവരുടെ ആഗ്രഹത്തെ നഷ്ടപ്പെടുത്താതെ, അവർ നിരാകരിക്കാതെ, അവരുടെ ആഗ്രഹങ്ങളെ സഫലീകരിച്ചുകൊണ്ട് എങ്ങനെ ആ വിദ്യാർത്ഥികളെ നമുക്ക് മദ്രസയിലേക്ക് കൊണ്ടുവരാം? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ നാട്ടിലെ ഓരോ മദ്രസ മാനേജ്മെന്റും ഉസ്താദുമാരും ചിന്തിക്കേണ്ടത് ആ മേഖലയിലേക്കാണ്. അതിന് ചെറിയൊരു സൊല്യൂഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞുവല്ലോ,
കുട്ടികൾക്ക് വേണ്ടത് ഭൗതിക വിജ്ഞാനങ്ങളാണ്. 5ാം ക്ലാസ്സിൽ മദ്രസ പഠനം നിർത്തിയ ഒരു കുട്ടിയെ 6ാം ക്ലാസ്സിലേക്ക് എങ്ങനെ എത്തിക്കാം? 7ാം ക്ലാസ്സിലെ പൊതുപരീക്ഷയിൽ ഉയർന്ന മാർക്ക് വാങ്ങിയ കുട്ടിയായിരിക്കാം, പക്ഷേ 8ാം ക്ലാസ്സിലേക്ക് അവൻ മദ്രസയിൽ വരുന്നില്ല. ആ കുട്ടിയെ, ആ ബ്രില്യൻ്റ് ആയ കുട്ടിയെ എങ്ങനെ 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ മദ്രസ പഠനം നൽകാൻ സാധിക്കും? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. SLC തോറ്റുപോകുമെന്ന ഒറ്റ കാരണത്താൽ, അതല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു പോകുമെന്ന ഒറ്റ കാരണത്താൽ മദ്രസ പഠനം നിർത്തിയ ഒരു വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ ആ വിദ്യാർത്ഥിയെ എങ്ങനെയാണ് നമ്മുടെ മദ്രസയിലേക്ക് എത്തിക്കാൻ കഴിയുക? എങ്ങനെയാണ് ആ രക്ഷിതാവിനെ നമുക്ക് സമീപിക്കാൻ കഴിയുക? അതാണ് മാനേജ്മെന്റ് ശ്രദ്ധിക്കേണ്ടത്. അതാണ് ആ മദ്രസയിലെ ഉസ്താദുമാർ ശ്രദ്ധിക്കേണ്ടത്. അതിലേക്കാണ് നമ്മൾ വിരൽ ചൂണ്ടുന്നത്. അത് മറ്റൊന്നുമല്ല, കുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ടത് സ്കൂൾ വിദ്യാഭ്യാസമാണ്. കുട്ടികൾ സ്കൂളിൽ പോകട്ടെ. ഭൗതിക വിജ്ഞാനം ഇന്ന് നിർബന്ധമാണ്. അവർ പഠിക്കണം, വളരണം, ഉയർന്നു വരണം. നമുക്ക് അനിവാര്യമാണ്. അതിനൊരു നിലക്കും നിരുത്സാഹപ്പെടുത്താൻ പാടില്ല, പ്രോത്സാഹിപ്പിക്കുക തന്നെയാണ് വേണ്ടത്. ഒരു കുട്ടി എഞ്ചിനീയർ ആകുമ്പോൾ, ഒരു മഹലിൽ ഒരു ഡോക്ടർ ഉണ്ടാകുമ്പോൾ, ഒരു മഹലിൽ ഒരു എഞ്ചിനീയർ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ IT പ്രൊഫഷണൽ ഉണ്ടാകുമ്പോൾ, അതല്ലെങ്കിൽ CA കാരൻ ഉണ്ടാകുമ്പോൾ നമുക്ക് അഭിമാനമാണ് നമ്മുടെ മഹലിന്. അതൊരു തണലായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ കുട്ടിയെ എങ്ങനെ നമ്മൾ പഠിപ്പിക്കും, മതവിജ്ഞാനം നൽകും? ഇന്ന് നമുക്കറിയാം, ഇന്ന് ഒട്ടുമിക്ക ഉസ്താദുമാരും നല്ല ബ്രില്യൻ്റ് ആയ ഉസ്താദുമാരാണ്. അഥവാ നഡ്വ കോളേജുകളിൽ നിന്നുമൊക്കെ പഠിച്ചിറങ്ങുന്ന നല്ല നല്ല ഉസ്താദുമാരുണ്ട്. അറബിയും ഇംഗ്ലീഷും എല്ലാ ഭാഷകളും കൈകാര്യം ചെയ്യാൻ അറിയുന്ന, ഭൗതിക വിജ്ഞാനങ്ങൾ നന്നായി പഠിച്ച, സയൻസ് ഗ്രൂപ്പുകൾ എടുത്ത് ഡിഗ്രിക്കും PGയും ഒക്കെ സയൻസ് ഗ്രൂപ്പ് എടുത്ത, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും എല്ലാം പാസ്സായ, ഡിഗ്രിയിൽ പാസ്സായ, അല്ലെങ്കിൽ PG എടുത്ത നല്ല നല്ല ഉസ്താദുമാർ നമുക്ക് കിട്ടാനുണ്ട്. ഇങ്ങനത്തെ ഓരോ ഉസ്താദുമാരെ, ഓരോ ബ്രില്യൻ്റ് ആയ ആളുകളെ ഓരോ മദ്രസയിൽ നിയമിക്കാം. നമുക്ക് അല്പ ശമ്പളം കൂടുതൽ കൊടുക്കേണ്ടി വരും എന്നതല്ലേ ഉള്ളൂ. അങ്ങനത്തെ ഉസ്താദുമാരെ വെച്ചുകൊണ്ട് മദ്രസ പഠനത്തോടൊപ്പം ഇത്തരം സ്കൂളുകളിലെ ട്യൂഷൻ നമുക്ക് നൽകിക്കൂടെ? വലിയൊരു ബാധ്യത അതിന് വരുന്നില്ല. ഇനി അല്പം ചെറിയ ബാധ്യതകൾ വരികയാണെങ്കിൽ തന്നെ ഇത്തരം രക്ഷിതാക്കളിൽ നിന്ന് ആ സംഖ്യ നമുക്ക് ഈടാക്കാം സാധിക്കുമല്ലോ. കാരണം 6ാം ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി, 6ാം ക്ലാസ്സിൽ മദ്രസയിൽ പഠിക്കുന്ന കുട്ടി, ഇത് രണ്ടും ഒരേ ക്ലാസ് അല്ലേ? ഈ 6ാം ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി ട്യൂഷന് പോകുന്നുണ്ടാകും. SLC പഠിക്കുന്ന 99% കുട്ടികളും ട്യൂഷന് പോകുന്നുണ്ട്. ഈ ട്യൂഷന് പോകുന്ന കുട്ടിയെ എന്തുകൊണ്ട് മദ്രസയിലേക്ക് വരുത്തിച്ച് മദ്രസ പഠനത്തോടൊപ്പം ആ ട്യൂഷൻ നൽകിയാൽ? എല്ലാ വിഷയങ്ങൾക്കും ട്യൂഷൻ ആവശ്യമില്ലല്ലോ. മിക്ക കുട്ടികളും ട്യൂഷൻ ആശ്രയിക്കുന്നത് 2 വിഷയങ്ങളാണ്. ഒന്ന് കണക്ക്, മറ്റൊന്ന് ഇംഗ്ലീഷ്. ഈ 2 വിഷയങ്ങൾ മദ്രസയിൽ ട്യൂഷനായി തുടരുക. അതോടൊപ്പം മദ്രസ ക്ലാസ്സുകളും നടക്കട്ടെ. 6ാം ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി 6ാം ക്ലാസ്സിൽ മദ്രസയിൽ പഠിക്കുന്നു. ആ കുട്ടിക്ക് മദ്രസയിലെ പാഠപുസ്തകങ്ങളോടൊപ്പം സ്കൂളുകളിലെ 6ാം ക്ലാസ്സിലെ കണക്ക് പുസ്തകവും 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പുസ്തകം ആ കുട്ടി കൊണ്ടുവരട്ടെ. ഒരു ദിവസം ആ ട്യൂഷൻ നൽകട്ടെ ഒരു ഉസ്താദ്. അതേപോലെ 10ാം ക്ലാസ്സിൽ അതേപോലെ നൽകട്ടെ. അങ്ങനെയാകുമ്പോൾ ഈ കുട്ടികൾക്ക് മതവിജ്ഞാനത്തോടൊപ്പം മദ്രസ വിജ്ഞാനത്തോടൊപ്പം ഈ ട്യൂഷനും നൽകുന്നു. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികപരമായ ലാഭവും കൂടിയുണ്ട്. ട്യൂഷന് പോകുമ്പോൾ ഒരു കുട്ടിക്ക് വലിയ സംഖ്യ ഫീസ് നൽകണം, സമയനഷ്ടമുണ്ട്, യാത്രാ ബുദ്ധിമുട്ടുകളുണ്ട്. ഇതൊന്നുമില്ലല്ലോ. പിന്നെ അവിടെ അത്തരം ട്യൂഷൻ സെന്ററുകളിൽ മറ്റുള്ള എല്ലാ കുട്ടികളും ഉണ്ടാകും. അതുകൊണ്ടുണ്ടാകുന്ന വിഷയങ്ങൾ അത് ഞാൻ ഇവിടെ പറയുന്നില്ല. പ്രശ്നങ്ങൾ ഉണ്ടാകാം, അതൊന്നും നമ്മൾ ഇവിടെ പറയുന്നില്ല. അപ്പോൾ അതൊന്നുമില്ലാതെ നമ്മുടെ അന്തരീക്ഷത്തിൽ തന്നെ മതവിജ്ഞാനത്തോടൊപ്പം സ്കൂൾ ട്യൂഷനുകളും നൽകാൻ ശ്രമിച്ചാൽ കൊഴിഞ്ഞു പോകുന്ന 50% നമുക്ക് തിരിച്ചു പിടിക്കാൻ എങ്കിലും നമുക്ക് സാധിക്കും എന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മദ്രസ മാനേജ്മെന്റ് അധികാരികളെ, നിങ്ങൾ ഓരോ മദ്രസയിലും ഒരു ഉസ്താദിനെയെങ്കിലും ഈ ഇത്തരം സ്കൂൾ വിഷയങ്ങൾ ട്യൂഷൻ എടുക്കാൻ കെൽപ്പുള്ള ഒരു ഉസ്താദിനെയെങ്കിലും നിയമിക്കുക. ആ ഉസ്താദ് മദ്രസ വിജ്ഞാനത്തോടൊപ്പം ഇത്തരം ട്യൂഷനുകളും നൽകുക.
ഇത്തരം ട്യൂഷൻ സൗജന്യമായി തന്നെ നൽകണം. ആരെങ്കിലും സഹായിക്കുന്നവരുണ്ടെങ്കിൽ പുറത്തുനിന്ന് സഹായിക്കട്ടെ. ആ ഉസ്താദിന് കുറച്ച് ശമ്പളം കൂടുതൽ നൽകേണ്ടി വരും എന്ന് വന്നേക്കാം. പിന്നെ സ്കൂളില്ലാത്ത ദിവസങ്ങൾ, മദ്രസ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ സ്കൂൾ ട്യൂഷനുകൾ കൂടി വെച്ചാൽ ആ തരം കുട്ടികളെ നമ്മുടെ ധാർമ്മികപരമായ ഇസ്ലാമികരമായ ചുറ്റുപാടുകളിലൂടെ തന്നെ വളർത്തി കൊണ്ടുവരാനും നമ്മൾ സാധിക്കും. അതോടൊപ്പം നമ്മുടെ മഹല്ലുകളിൽ, നമ്മുടെ മദ്രസകളിൽ, നമ്മുടെ ദീനീ സ്ഥാപനങ്ങളിൽ ഒരു ഉണർവുണ്ടാക്കാനും സാധിക്കും. മതചിട്ടയോട് കൂടിയുള്ള മതചിട്ടയോട് കൂടി തന്നെയാണല്ലോ. അതോടൊപ്പമുള്ള ഒരു സ്കൂൾ ട്യൂഷനും കൂടി ഏർപ്പെടുത്തിയാൽ നിരവധി കുട്ടികളെ നമ്മുടെ മദ്രസകളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കൊടിഞ്ഞുപോക്കിന്റെ ഒരു പരിധി വരെ ഒഴിവാക്കാനും നമുക്ക് സാധിക്കും. അതോടൊപ്പം ഭൗതികമായ സ്കൂളുകളിലെ ഉന്നത വിജയം നേടാനും അത്തരം കുട്ടികൾക്ക് സാധിക്കും. അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.